പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായേക്കാം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഈ പവർ കട്ട് എന്ന് വെച്ചാൽ എന്താ അച്ഛാ? പറഞ്ഞതാമേ, എന്താ ഈ പവർ കട്ട് എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ലല്ലോ, അനുഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയല്ലേ പരസ്യകാലത്ത് പ്രചാരണം കൊടുത്തിരുന്നത്. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് എഴുതി അലങ്കരിച്ച പൃഷ്ഠങ്ങളോടുകൂടിയ KSRTC ബസ്സുകൾ ചരിത്രമാവാൻ പോവുകയാണെന്നാണോ മന്ത്രി പറയുന്നത്? ഒരിടക്കാലത്തേക്ക് KSRTC ബസ്സുകളുടെ മുഴുവൻ പൃഷ്ഠങ്ങളെ മനോഹരമാക്കിയ വാചകങ്ങളല്ലായിരുന്നു പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്, അതായത് ഓരോ ഏരിയ തിരിച്ച് ഈ അരമണിക്കൂർ നേരത്തേക്ക് 1 മണിക്കൂർ നേരത്തേക്ക് എന്ന് പറഞ്ഞ് ഇടവിട്ട് മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞ് 1.5 മണിക്കൂറിനോ 2 മണിക്കൂറിനോ ശേഷം കറണ്ട് പോകും എന്ന മെസ്സേജും വരുന്നുണ്ട്. അത് കൂടാതെയുള്ള ഔദ്യോഗിക പവർ കട്ടിന്റെ കാര്യമാണ് മന്ത്രി പറയുന്നതെങ്കിൽ ഇപ്പോഴുള്ള പവർ കട്ട് വൈദ്യുതി വകുപ്പിന്റെ അറിവില്ലാതെയാണോ? എന്നാലും ഇലക്ഷന്റെ ദിവസം വരെ പവർ കട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 3-ാം പൊക്കം പവർ കട്ട് വരുത്തിയേ പറ്റൂ എന്ന് പറയുന്ന ജനാധിപത്യം ഉണ്ടല്ലോ, ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ജനാധിപത്യം, അതാണ് ഇടതുപക്ഷം. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട് ഇങ്ങനെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ? 2016 മുമ്പ് ഇവിടെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും നിത്യം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഏതായാലും എന്താണമ്മേ പവർ കട്ട് എന്ന സംശയം ചോദിച്ച കുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി മന്ത്രിയപ്പൂപ്പൻ പവർ കട്ട് ഇവിടെ ഉണ്ടാക്കണം എന്ന് വൈദ്യുതി വകുപ്പിനോട് ഒരു ശുപാർശ ചെയ്തല്ലോ, അതിന് നന്ദിയുണ്ട്. അങ്ങനെ പവർ കട്ടിന്റെ തോതുകൂട്ടൽ, ഇനി പെൻഷൻ കാശ് കൊടുക്കാതിരിക്കൽ, സാധനങ്ങൾക്ക് വില കൂട്ടൽ തുടങ്ങി പല കലാപരിപാടികളും ഇനി പ്രതീക്ഷിക്കാം. ഇവർ തന്നെയല്ലേ കുറച്ച് നാൾ മുമ്പ് വരെ പറഞ്ഞത് വൈദ്യുതി പ്രതിസന്ധി ഇവിടെ ഇല്ല, എത്ര വലിയ വേനൽ ഇവിടെ വന്നാലും നമുക്ക് ഉപയോഗിക്കാനും മിച്ചം വലിയ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനും ഉള്ളത്രയും കറണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് എന്നാ പറ്റി? ഇനി ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അവസാന തടിയുടെ കൂട്ടത്തിൽ വരുന്ന അടിയാണിതെങ്കിൽ രാത്രിയിൽ പ്രത്യേകിച്ച് പവർ കട്ട് ഏർപ്പാടാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകണം കേട്ടോ. എങ്കിലേ ആ സേവനത്തിൻ്റെ പൂർണ്ണത ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടേ, തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് കറണ്ടും കൂടെ പോയാൽ സ്വസ്ഥമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കിടന്ന് ഉറങ്ങാം. അല്ല, നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. മനുഷ്യരുടെ അവസ്ഥ അറിഞ്ഞ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പണി കൊടുക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ. പ്രതിപക്ഷ ജനാധിപത്യ അധികാരത്തിന് ശേഷം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നല്ലോ. അത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് താങ്ങാൻ വയ്യാതെ മനുഷ്യർ സോളാറിൻ്റെ ഉപഭോഗം കൂട്ടിയത് കൊണ്ട് ഇവിടെ ഉണ്ടായ വർധനവാണ്. എന്നിട്ട് സോളാർ ഉൽപ്പാദകരോടുള്ള KSEBയുടെ സമീപനവും നമ്മൾ കണ്ടതാണ്. കേന്ദ്രത്തിന് പുറമെ കേരളവും കൂടി സബ്സിഡി കൊടുത്തിരുന്നെങ്കിൽ കൂടുതൽ ജനങ്ങൾ സോളാറിലേക്ക് മാറത്തില്ലായിരുന്നോ? അതെങ്ങനെ? കണ്ടവൻ്റെ ഉപദേശം കേട്ട് എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്താനുള്ള മാർഗം ഉണ്ടെന്ന് കണ്ടാൽ അതിലോട്ടങ്ങ് വെച്ച് പിടിച്ചോളും. ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണ്ടല്ലോ. അല്ല, നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാൻ AKG സെന്റർ വിചാരിച്ചാൽ നടക്കത്തില്ലേ? അവിടെ നിന്നുള്ള സപ്ലൈ നിർത്തിയോ? എന്തായാലും പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ പൂർത്തിയാക്കാൻ ചില്ലറ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇങ്ങനൊരു യോഗം കൂടി ഉണ്ടായല്ലോ. അടിമകളെല്ലാവരും ഒന്ന് കണ്ണ് ചിമ്മേണ്ടതാണ്. അപ്പോൾ ജനങ്ങളെ ഇനി തൊട്ട് വൈദ്യുതി നിയന്ത്രണം എന്നുള്ള പേര് മാറ്റി, വൈദ്യുതി നിയന്ത്രണം എന്നുള്ള പേരിലായിരുന്നല്ലോ ഇത്രയും ദിവസം പവർ കട്ട് നടത്തിയിരുന്നത്. ഇനി മുതൽ ലോഡ് ഷെഡിങ് എന്ന ഔദ്യോഗിക പേരിലായിരിക്കും പവർ കട്ട് നടപ്പിലാക്കുന്നത്. അത്രയുള്ള വ്യത്യാസം. എന്തൊക്കെയായിരുന്നു ഇരുണ്ട കാലം, മനുഷ്യര് കണ്ടിട്ടില്ലാത്ത കാലം, ഇരുട്ടെന്താണെന്നറിയാതിരുന്ന കാലം, എല്ലാം പോയി വട്ടി കൊട്ടേലായി. ചിലർക്ക് ഇപ്പോഴും ഈ പവർ കട്ട് എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിർവചനം കിട്ടിയിട്ടില്ല കേട്ടോ. അവർക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ളവർക്കായിട്ട് പറഞ്ഞു തരാം. മന്ത്രിയുടെ അനുവാദത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണേ. നമ്മളോടൊന്നും പറയാതെ തോന്നുന്ന അത്രയും നേരം അർദ്ധരാത്രി നോക്കി വലിച്ചു നീട്ടി കറണ്ട് കട്ട് ചെയ്യത്തില്ലേ, അതിനെയാ പറയുന്നത്. പിള്ളേർക്ക് പ്രാക്ടിക്കൽ മാത്രം പോരാ, ഇപ്പം പവർ കട്ട് എന്താണെന്ന് കുട്ടികൾക്ക് അനുഭവിച്ചറിയാൻ ഒരു സാഹചര്യം നിങ്ങൾ തുറന്നു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ എന്താണ് പവർ കട്ട്, ഏതായിരുന്നു ആ ഇരുണ്ട കാലമില്ലാത്ത 10 വർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് തിയറി ക്ലാസ്സുകൾ കൂടി ഈ അവധിക്കാലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ.
എന്നാലും ഞാനതല്ല വിചാരിക്കുന്നത്, പറയാതെ കക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞു കക്കുന്നത് എന്തിനാണെന്നാ. അല്ല, ഭരണ നേട്ടങ്ങളൊക്കെ ഓരോന്നായിട്ട് കോഞ്ഞാട്ടെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയ 10 വർഷം പൂർത്തിയാകുന്ന ദിവസം. പിന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. സഖാക്കളെല്ലാം കടിച്ചമർത്തിയിരിക്കുകയാണ്. ഈ വൈദ്യുതി നിയന്ത്രണം എന്നുള്ള പേരിൽ പവർ കട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പവർ കട്ട് എന്ന പേരിൽ കൂടി പവർ കട്ട് നടക്കാൻ പോകുന്നു. അപ്പോൾ 2 തവണ 3 തവണയൊക്കെ ഇനി പവർ കട്ട് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, വൈദ്യുതി ചാർജ്, അതിനോടൊപ്പം തന്നെ കറണ്ട് പോകുന്നതിൻ്റെ എണ്ണം അനുസരിച്ച് എത്ര തവണയാണോ പോകുന്നത് അതിനനുസരിച്ച് അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് വൈദ്യുതി ചാർജ് കൂടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം സഖാക്കൾ കണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഭരണം ഒന്ന് മാറിയിട്ട് വേണം സമരം തുടങ്ങാൻ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടി കറണ്ട് പോയി. ഇൻവെർട്ടറിലാണ് ഓടുന്നത്. ആവാം, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയെല്ലാം ആവാം. അടിമ സഖാക്കളുടെ ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊന്നും വിചാരിക്കരുതേ. വരാൻ പോകുന്ന ക്യാപ്സ്യൂളുകൾ എന്താണെന്ന് ഊഹിക്കാനുള്ള വിവരം, സാമാന്യ ബോധം ജനങ്ങൾക്കായി കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മെയ് 4 വരെ എങ്ങനെങ്കിലും ഒന്ന് സഹിച്ച് കുറച്ചുകൂടെ പിടിച്ച് നിന്നിരുന്നെങ്കിൽ അടുത്ത സർക്കാരിൻ്റെ തലയെ വെച്ച് കൊടുക്കായിരുന്നു. പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനമായി പോയെന്ന് പിന്നീട് തോന്നരുത്. പാചകവാതക സിലിണ്ടറിൻ്റെ ക്ഷാമം കാരണം എല്ലാവർക്കും ഇപ്പോൾ സബ്സിഡി നിരക്കിലൊക്കെ ഈ വൈദ്യുതി അടുപ്പുകൾ, മറ്റേ ഇൻഡക്ഷൻ കുക്കറുകളില്ലേ, അതൊക്കെ ലഭ്യമാക്കാൻ പോകുന്നു. കേന്ദ്ര സർക്കാർ വഴി ലഭ്യമാക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. ഇവിടെ ഇനി അതും കൂടെ എല്ലാ വീടുകളിലും അതും കൂടെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കറണ്ട് ചാർജ് എന്നുള്ള പേരിൽ പിഴിഞ്ഞെടുക്കുന്നത് മനുഷ്യരുടെ വിയർപ്പല്ല, ചോര. അതിന് ഒരുപാട് ഓമനപ്പേര് പറയുന്നുണ്ട്. ഓവർലോഡ്, വൈദ്യുതി നിയന്ത്രണം, അമിത വൈദ്യുതി ഉപഭോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിതമായ നിയന്ത്രണം തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞാണ് പവർ കട്ട് ചെയ്യുന്നത്. എന്നിട്ടും വരുന്ന കറണ്ട് ബില്ല്. അപ്പോൾ ഇരുണ്ട യുഗം തുടരും, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഫാൻ തുടർച്ചയായി കറങ്ങിയ, ലൈറ്റുകൾ തുടർച്ചയായി മിന്നിയ 10 വർഷങ്ങൾക്ക് വിട. ഇതിൻ്റെ ഇടയ്ക്ക് പാലിന് 6 രൂപ വെച്ച് കൂട്ടുന്നെന്ന് പറഞ്ഞായിരുന്നു. അതും കൂടെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണേ. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. കുറച്ച് ദിവസങ്ങളും കൂടി ഇല്ലേ, അത്രയും ദിവസങ്ങളും കൂടെ നേരത്തെ സേവിച്ചതിൻ്റെ ബാക്കി മനുഷ്യരെ സേവിച്ചിട്ട് ഇറങ്ങിയാൽ മതി. തീരുമ്പോൾ ഇത്തിരി കനത്തിൽ തീരട്ടെ.